ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ചാപ്റ്റർ നമ്പർ 3 ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ തുടങ്ങാൻ പോവാണ്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ബോണസ്. സോ ബോണസ് സിംപ്ലി മീൻസ് കമ്പനിക്കുള്ള സർപ്ലസ് പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് ആർക്ക് കൊടുക്കുന്നു? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ്, അതായത് അധികം പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഒരു പാർട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. A company may have surplus profit and part of it distributed to shareholders is known as bonus. ഇനി ബോണസ് പല രീതികളായിട്ട് കൊടുക്കാൻ പറ്റും. മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ്, പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ബോണസ്. നെക്സ്റ്റ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാവാം, ഓർ കൺവേർട്ടിംഗ് ഓൾറെഡി കമ്പനിയിലുള്ള പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കിക്കൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ബോണസ് ആ ഒരു രീതിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ്, സർപ്ലസ് പ്രോഫിറ്റിനെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പല രീതികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ എന്താണ് ഷെയർസിന്റെ രൂപത്തിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാവാം, ഓർ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടാവാം. Now let's see what is cash bonus. ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാഷ് രൂപത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് പേ ചെയ്യുന്നതിനെയാണ് ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്. ഓർ പ്രോഫിറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ്, സർപ്ലസ് പ്രോഫിറ്റ്, എ പാർട്ട് ഓഫ് സർപ്ലസ് പ്രോഫിറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതിനെയാണ് ക്യാഷ് ബോണസ് എന്ന് പറയുന്നത്. സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്. അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ക്യാഷ് കറന്റ് അസറ്റിന്റെ ഒരു ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് എഫക്ട് ചെയ്യും. ഓക്കെ, ക്യാഷ് ബോണസ് പേയ്മെന്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും, ഓർ ഇറ്റ് റെഡ്യൂസസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിന് ജേർണൽ എൻട്രീസ് ഒന്ന് നോക്കാം. ആദ്യം എന്താണ്? ബോണസ് പേ ചെയ്യണം എന്നുള്ളത് കാണിക്കാനുള്ള ജേർണൽ എൻട്രി ആണ്. സോ വി ആർ പേയിങ് ഇറ്റ് ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ടു ബോണസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് വി ആർ പേയിങ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ബോണസ് പേ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വി ആർ ക്രെഡിറ്റിംഗ് ബോണസ് പേയബിൾ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബോണസ് പേയബിൾ. ആൻഡ് ബോണസ് ആർക്കാണ് പേ ചെയ്യുന്നത്? ടു ദ ഷെയർ ഹോൾഡേഴ്സ്. സോ ബോണസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് രൂപത്തിലാണ് പേ ചെയ്യുന്നത്. സോ വി ആർ ക്രെഡിറ്റിംഗ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ക്യാഷ് രൂപത്തിലായത് കാരണം തന്നെ വി ആർ ക്യാഷ് ഗോയിങ് ഔട്ട് ആണ്. സോ വി ആർ ക്രെഡിറ്റിംഗ് ബാങ്ക് അക്കൗണ്ട്. ബോണസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി അടുത്തൊരു മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ബോണസ് ആണ് ബോണസ് ഷെയർസ് ഓർ ക്യാപിറ്റൽ ബോണസ്. സോ ബോണസ് ഷെയർസ് ഓർ ക്യാപിറ്റൽ ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഫിറ്റ്, സർപ്ലസ് പ്രോഫിറ്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഷെയർസിന്റെ രൂപത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഷെയർസിന്റെ രൂപത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിനെയാണ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുന്നത്. New shares issued to existing shareholders out of profit or reserves instead of paying dividend in cash. ബോണസ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിവിഡൻഡ് ക്യാഷ് രൂപത്തിൽ പേ ചെയ്യുന്നതിന് പകരമായിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിലേക്ക് പ്രോഫിറ്റ് ഓർ റിസർവ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പരിപാടിനെയാണ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇഷ്യൂഡ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് എന്താണ്? അപ്ലിക്കേഷൻ മണിയോ അലോട്ട്മെന്റ് മണിയോ ഒന്നും ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു കാശും ഇറക്കണ്ട. വി ആർ ഗിവിംഗ്, കമ്പനി എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ഈ പറഞ്ഞിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ദേ ഡോണ്ട് ഹാവ് ടു സഫർ എനി കോസ്റ്റ് അറ്റ് ഓൾ, അല്ലെങ്കിൽ ഒരു പേയ്മെന്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഷെയർസ് എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട് ദേ ഡോണ്ട് ഹാവ് ടു ഗിവ് മണി. ദേ ആർ ഇഷ്യൂഡ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. Okay, without collecting any money from the shareholders, company is issuing this type of shares.
Bonus shares are also known as capital bonus or capitalization of profit or reserves because when a company issues bonus shares out of profit or reserves, its profit or reserves are converted into capital. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിനെ ക്യാപിറ്റൽ ബോണസ് എന്നും കൂടി പറയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ്? ആക്ച്വലി പ്രോഫിറ്റ് ഓർ റിസർവ്സിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ബൈ കൺവേർട്ടിംഗ് ഇൻ ടു ഷെയർസ്. ഓക്കെ, സോ അത് കാരണം കൊണ്ട് തന്നെ ദിസ് ആർ നോൺ ആസ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഷെയർസിനെ നമ്മൾ ക്യാപിറ്റൽ ബോണസ് എന്നും പറയും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ആണ് സർക്കംസ്റ്റാൻസസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഏതൊക്കെ ടൈമിലാണ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു ക്യാപിറ്റലൈസ് കമ്പനീസ് റിസർവ്സ് ഓർ പ്രോഫിറ്റ്. കമ്പനിയുടെ റിസർവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട സമയത്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നവ. ഓർ വെൻ കമ്പനി ഫേസസ് എ ഷോർട്ടേജ് ഓഫ് ക്യാഷ്. ക്യാഷിന്റെ ഒരു ഷോർട്ടേജ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ക്യാഷ് രൂപേണ പേ ചെയ്യാനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർസ് രൂപേണ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാവുന്നതാണ്. സോ കമ്പനി ക്യാഷിന്റെ ഷോർട്ടേജ് ഫീൽ ചെയ്യുന്ന സമയത്ത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് വൺ എന്നാണ് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് എക്സീഡ്സ് ഇറ്റ്സ് ക്യാപിറ്റൽ ഓർ വെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് എക്സീഡ്സ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്. സോ ഒന്നെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുള്ള സമയത്ത്, അതല്ലെങ്കിൽ എക്സീഡ് ചെയ്തിട്ടുള്ള സമയത്ത്, ഓർ എന്താണ് ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ പെയ്ഡ് അപ്പ് വാല്യൂവിനേക്കാളും കൂടിയിരിക്കുന്ന സമയത്ത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. ടു അവോയ്ഡ് പ്രോബ്ലംസ് സച്ച് ആസ് ഡിമാൻഡ് ഫോർ ഹയർ വേജസ്. അധികം പ്രോഫിറ്റ് ആവുന്ന സമയത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യും? ദേ വോണ്ടഡ് ഹൈ വേജസ് എന്ന് പറയും. സോ അങ്ങനത്തെയുള്ള കോൺഫ്ലിക്റ്റുകൾ അതല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഡിമാൻഡുകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് അറൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു പ്രോഫിറ്റിനെ ബോണസ് ഷെയർസ് ആക്കിക്കൊണ്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഇങ്ങനത്തെ എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് അറൈസ് ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിലാണ് ബോണസ് ഷെയർസ് കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. Now next one ആണ് effect of issue of bonus shares. സോ എന്തൊക്കെയാണ് വരുന്നത്? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻക്രീസ് ചെയ്യും. അതേമാതിരി തന്നെ നെറ്റ്വർത്തിനോ അല്ലെങ്കിൽ അസറ്റ്സിനോ ഒരു എഫക്റ്റും അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഓക്കെ, നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആണ് നെറ്റ്വർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റിസർവ്സിൽ എന്താണ്? ഓൾറെഡി റിസർവ്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സർപ്ലസ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ എഫക്റ്റ്. ഓക്കെ, ക്യാപിറ്റലിലും റിസർവ്സിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് എന്ന് പറയുന്നത് എന്താണ്? റിസർവ്സിൽ ഉണ്ടായിരുന്ന സംഭവത്തിന് നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ റിസർവ്സ് കുറയുമ്പോൾ ക്യാപിറ്റൽ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ചിനെ രണ്ടും കൂടി ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് നോ എഫക്ട് ഓൺ നെറ്റ്വർത്ത് ആൻഡ് അസറ്റ്സ്. നെക്സ്റ്റ് വൺ ആണ് ഡിവിഡൻഡ് പെർ ഷെയർ ഇസ് റിഡ്യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇസ് ഇൻക്രീസിങ്. ഓക്കെ, ഇവിടെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റലിൽ വ്യത്യാസം ഒന്നും വരുന്നില്ലെങ്കിലും, ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ വ്യത്യാസം ഒന്നും വരുന്നില്ലെങ്കിലും എന്തിൽ വ്യത്യാസം വരുന്നുണ്ട്? നമ്പർ ഓഫ് ഷെയർസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഡിവിഡൻഡ് പെർ ഷെയർ, ഓക്കെ, ഡിവിഡൻഡ് ഒരു ഷെയറിന്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറയും. ബിക്കോസ് വൈ? നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ഇസ് ഇൻക്രീസ്ഡ്. അത് കാരണം എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് എ റീസൺ. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണമാണ് ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. Now let's see what are the advantages of issuing bonus shares. രണ്ടുപേർക്കും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിനും ഉണ്ട്, കമ്പനിക്കും ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണ്? ദേ ആർ ഗെറ്റിംഗ് അഡീഷണൽ ഷെയർസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഒരു എക്സ്പെൻസും ഇല്ലാതെ, അതല്ലെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ മണിയോ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ ഒന്നും കൊടുക്കാതെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഷെയർസ് കിട്ടുകയാണ് ചെയ്യുന്നത്. Next one, no income tax on bonus shares, and when market price of shares increase, they can sell shares and can earn profits. So shares ഇങ്ങനെ കിട്ടുന്ന ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെങ്കിൽ they can sell it and have profit. Okay, profit എന്ന് പറയുമ്പോൾ they don't have any cost. ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഷെയർസിന് വേണ്ടിയിട്ട് they didn't incur any cost. So എത്ര രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലും it's just a profit for them. Okay,
സോ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനെ സെൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഓൾവേസ് ഗോയിങ് ടു ഏൺ പ്രോഫിറ്റ് ഇറ്റ് സെൽഫ്. ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. Now next one is to the company, no effect on working capital. Working capital effect ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് ക്യാഷ് ബോണസ് ആണെങ്കിൽ എന്താണ് ക്യാഷ് രൂപേണ പോകുന്നു. സോ കറണ്ട് അസറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് വി ആർ ഗിവിംഗ് ഇറ്റ് ആസ് ഷെയർസ്, സോ വർക്കിംഗ് ക്യാപിറ്റലിനെ അത് എഫക്ട് ചെയ്യുന്നേ ഇല്ല. നോ ടാക്സ്, ഇൻക്രീസസ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് കമ്പനി. ബോണസ് ഷെയർസ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്താണ് ദേ ആർ ഇഷ്യൂയിങ് അല്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ്. സോ അത് കാരണം തന്നെ കമ്പനിയുടെ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതോടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അതിന്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ കണ്ടതാണ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും? റെഡ്യൂസ് ചെയ്യും ബിക്കോസ് നമ്പർ ഓഫ് ഷെയർസ് അവിടെ ഇൻക്രീസ് ചെയ്തു. സോ ഒരു ഷെയറിന്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻഡ് എന്തായിരിക്കും? കുറയും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഡിക്രീസസ്. ഡിവിഡൻഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഷെയർസിന്റെ മാർക്കറ്റ് വാല്യൂ കുറയും. ഇറ്റ് ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു സെൽ ഷെയർസ്. മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ കുറയും. മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു സെൽ ദിസ് ടൈപ്പ് ഓഫ് ഷെയർസ്. ഇനി എന്താണ്? സ്പെക്യുലേഷൻ എൻകറേജ് ചെയ്യാനും അതേമാതിരി തന്നെ സ്പെക്യുലേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് പ്രൈസിൽ ഫ്ലക്ച്വേഷൻ വരാനുള്ള ചാൻസും ഉണ്ടാവും. Now, company has to incur some additional expenses like stamp duty, printing, stationery. Bonus shares issue ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിലും കമ്പനിക്ക് ഹാസ് ടു ഫേസ് സം അല്ലെങ്കിൽ ഹാസ് ടു പേ സം അഡീഷണൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഹാസ് ടു ഇൻകർ സം അഡീഷണൽ എക്സ്പെൻസസ് ലൈക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയുള്ള അഡീഷണൽ എക്സ്പെൻസസുകളും കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. Now we are going to see what are the conditions for issuing bonus shares. Okay, Section 63(2) of the Companies Act 2013 പ്രകാരം ഈ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്. Issue of bonus shares should be authorized by the articles. The proposal of board of directors regarding issue of bonus shares should be approved by the members in the general meeting. So board of directors ന്റെ പ്രപ്പോസൽ വഴി വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസൽ ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The company should have sufficient profit and reserves. Sufficient അല്ലെങ്കിൽ സർപ്ലസ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് ഉള്ള സമയത്ത് മാത്രമാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ കമ്പനിക്ക്. The issue should satisfy the guidelines issued by SEBI. സെബിയുടെ ഗൈഡ്ലൈൻസ് എല്ലാതും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂ ആയിരിക്കണം. The partly paid shares outstanding should be converted to fully paid. So ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു ഓൾറെഡി പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ്. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഇനി സെബിയുടെ ഗൈഡ് ലൈൻസും കൂടി ഒന്ന് നോക്കാം. സോ സെബിയുടെ ഗൈഡ് ലൈൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പോയിന്റിൽ. സോ എന്തൊക്കെയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട സമയത്ത് സെബി കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. Issue of bonus shares after any public or right issue is subject to the condition that no bonus issue shall be made which will dilute the value of the rights of the holders of debenture convertible fully or partly. So debenture holders-ന്റെ റൈറ്റ്സിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എന്താണ് ബോണസ് ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റിവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ് ഓർ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് അസറ്റ്സ് റിവാലുവേറ്റ് ചെയ്തുകൊണ്ടുള്ള റിസർവ്. ഓക്കെ, റിവാലുവേഷൻ റിസർവ് ഫിക്സ്ഡ് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് റിവാല്യൂ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസർവ്സ് അതൊന്നും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. The company has not defaulted in payment of interest or principal in respect of fixed deposits or debt securities issued by it. കമ്പനിക്ക് ഡീഫോൾട്ട് പേയ്മെന്റോ അല്ലെങ്കിൽ കമ്പനി എന്താണ് വേറൊരാളോട് കടം നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒന്നും ആവരുത്. കമ്പനി എന്താണ് ഡീഫോൾട്ട് ആയിരിക്കരുത് ഒരിക്കലും.
എന്തില് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കമ്പനി ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേയ്മെന്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് of the employees such as contribution to provident fund, gratuity, bonus. എംപ്ലോയീസിന്റെ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്തുണ്ടായിരിക്കരുത്, കമ്പനി ഡീഫോൾട്ട് ആയിരിക്കരുത്, അല്ലെങ്കിൽ കമ്പനി അതൊന്നും പേ ചെയ്യാതെ ഇരിക്കുന്ന ഒരു കമ്പനി, അങ്ങനെയുള്ള കമ്പനി ആവരുത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ഡ്യൂലി പേ ഓൾ ദിസ്, അല്ലെങ്കിൽ കമ്പനി ഇതൊക്കെ ഡ്യൂലി പേ ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം എന്നാണ് പറയുന്നത്. The bonus shares shall not be issued in lieu of dividend. So ഡിവിഡൻഡിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കരുത് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. Once the decision to make a bonus issue is announced, the issue cannot be withdrawn. So ബോണസ് ഇഷ്യൂ നടത്താൻ അല്ലെങ്കിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു, കമ്പനിക്ക് അത് ഇഷ്യൂ ചെയ്ത് തന്നെ ആകണം, അതിനെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. If the subscribed and paid up capital exceeds the authorized capital as a result of bonus issue, then a resolution should be passed by the company at its general body meeting for increasing the authorized capital. So എന്താണ്, ബോണസ് ഇഷ്യൂ വഴി ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ എന്തെങ്കിലും കൂടുകയാണെങ്കിൽ, ഓക്കെ, ഓതറൈസ്ഡ് ഇഷ്യൂവിനേക്കാളും കൂടുതലാണ് പെയ്ഡ് അപ്പ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ആയി എങ്കിൽ എന്ത് ചെയ്യണം, കമ്പനി ജനറൽ ബോഡി മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. സോ ഇത്രയാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് പറയുന്നത്. ദീസ് ആർ ഈസി, ദീസ് ആർ ജസ്റ്റ് തിയറി. ബോണസ് ഷെയർസിന്റെ തിയറിയാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് ബോണസ് ഷെയർസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, വാട്ട് ഈസ് ബോണസ് എന്ന് പഠിക്കുക, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ബോണസ് എന്നുള്ളതും കൂടി, ക്യാഷ് ബോണസ്, അതേമാതിരി തന്നെ ബോണസ് ഷെയർസ്, പിന്നെ അതേമാതിരി പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയി കൺവേർട്ട് ചെയ്യുന്നു. ദെൻ സം നെസസറി പോയിന്റ്സ്, ഓക്കെ, അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നെസസറി പോയിന്റ്സും കൂടി പഠിച്ചു വയ്ക്കുക. Now next one ആണ്, what are the sources that a company can depend for issuing bonus shares? Okay, bonus shares അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് what are the different sources a company can depend? രണ്ടെണ്ണമാണ് പറയുന്നത്, revenue reserves or profit and capital reserves or profit. Okay, റവന്യൂ റിസർവ്സിൽ വരുന്നത് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റിൽ വരുന്നത് എന്തൊക്കെയാണ്, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. ജനറൽ റിസർവ്സ് യൂസ് ചെയ്യാം. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഫോർ റിഡംഷൻ ഓഫ് എ ലൈബിലിറ്റി ലൈക്ക് ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ദ ലൈബിലിറ്റി. ഡിബഞ്ചേഴ്സ് ഒക്കെ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്തതിന് ശേഷം സിങ്കിങ് ഫണ്ടിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ യൂട്ടിലൈസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഇഷ്യൂന് വേണ്ടിയിട്ടുള്ള സോഴ്സായി നമുക്ക്, അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് റിസർവ്സ് ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ റിസർവ് ഓർ പ്രോഫിറ്റ്. Profit prior to incorporation, profit on sale of fixed assets or business, capital redemption, CRR account, redemption of preference shares in the time പഠിച്ചിട്ടുള്ളതാണ്. So redemption of preference shares in the time create ചെയ്തിട്ടുള്ള CRR account ഉണ്ടെങ്കിൽ we can utilize it for bonus shares. നമ്മൾ പ്രിഫറൻസ് ഷെയർസിന്റെ ചാപ്റ്റർ പഠിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CRR അക്കൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഇഷ്യൂ ബോണസ് ഷെയർസ് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി, ക്യാഷ് രൂപേണ കളക്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം റിസർവ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. It must be noted that the capital redemption reserve account and security premium reserve account can be utilized only for issuing fully paid bonus shares. So CRR-ഉം സെക്യൂരിറ്റി പ്രീമിയം റിസർവും നമുക്ക് എന്തിനു വേണ്ടി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. They cannot be used for making partly paid shares into fully paid up shares. So CRR അക്കൗണ്ടും സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. It may be noted that no bonus issue shall be made out of reserves created by revaluation of assets and security premium reserve not collected in cash. So security premium cash രൂപേണ കളക്ട് ചെയ്യാത്ത അങ്ങനത്തെ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രീമിയം റിസർവും അതേമാതിരി തന്നെ അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുള്ള എന്തെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു. ഒരു കണ്ടീഷൻ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. റീവാല്യൂഷൻ, അസറ്റ് റീവാല്യൂ ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും റിസർവുകൾ, അതൊന്നും നമുക്ക് എന്തിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല,
ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ ആണ് ഇനി പറയാൻ പോകുന്നത്. 2 ടൈപ്സ് ആണ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസും പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസും. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെൻ ബോണസ് ഷെയർസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഹോൾഡിംഗ്, ഇറ്റ് ഈസ് കോൾഡ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. സോ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ഷെയർസ് രൂപേണ അവര് പ്രൊപ്പോർഷനേറ്റ് ബേസിൽ, ഓൺ ബേസിസ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് ഓൾറെഡി ഉള്ള എന്താണ് ഹോൾഡിംഗ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഷെയർസിന്റെ എത്രയാണോ പ്രൊപ്പോർഷൻ അതിനനുസരിച്ച് അവർക്ക് ഷെയർസ്, ന്യൂ ഷെയർസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് വെൻ ബോണസ് ഈസ് അപ്ലൈഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. സോ ഓൾറെഡി കമ്പനിയിലുള്ള പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്നും പറയും. സോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ടൈപ്സ് ഓഫ് ബോണസ് ഷെയർസ്. ഐ എം ജസ്റ്റ് സേയിങ് ജേർണൽ എൻട്രീസും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു തിയറി അവസാനിപ്പിക്കാം. സോ ബോണസ് ഷെയർസിന്റെ തിയറി നമ്മുടെ അവിടെ എൻഡ് ചെയ്യും. സോ ജസ്റ്റ് ജേർണൽ എൻട്രിയും കൂടി പറയാണ്. വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. സോ ജസ്റ്റ് എന്താണ്? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിലുള്ള ജേർണൽ എൻട്രീസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ജേർണൽ എൻട്രി ആണ്. വി ആർ യൂട്ടിലൈസിങ് റവന്യൂ റിസർവ്സ് ഓർ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഷെയർസ് ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ എന്താണ്? നമുക്ക് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ജേർണൽ എൻട്രി ആണ് വരുന്നത്. 2 രീതിയിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഓക്കെ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഷെയർസ് എന്ന് പറയുന്നത് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ we are utilizing the reserves. Okay, capital reserve account debtor, security premium reserve account debtor, CRR account debtor, DRR account debtor, general reserve account debtor, statement of profit and loss account debtor. So ഇത്രയും reserves നമുക്ക് fully paid bonus shares ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് we can utilize this much of റിസർവ്സ്. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ വരുന്നുണ്ട്, റവന്യൂ വരുന്നുണ്ട്. ക്യാപിറ്റൽ റിസർവ് യൂട്ടിലൈസ് ചെയ്യുന്നു, റിസർവ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓൾറെഡി ഇതിനെല്ലാത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സംഭവം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറയും. സോ എന്ത് ചെയ്യണം? കുറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വി ആർ ഡെബിറ്റിംഗ്. Okay, we are debiting all these reserves. Capital reserve account debtor, security premium reserve account debtor, capital redemption reserves account debtor, debenture redemption reserve account debtor, general reserve account debtor, statement of profit and loss account debtor to bonus to shareholders account. Okay, എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനാണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ബോണസ് പേ ചെയ്യുന്നത്. സോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് പേ ചെയ്യുന്നത് ഏത് രൂപേണയാണ്? ഷെയർ രൂപേണയാണ്. സോ വി ആർ ഗോയിങ് ടു ഇഷ്യൂ ഷെയർസ് ടു ദം. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്ടർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രി ആണ്. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കുന്നതാണ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ക്രെഡിറ്റ് ചെയ്ത സംഭവത്തിന് ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്ടർ ടു ഷെയർ ക്യാപിറ്റൽ. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഷെയർ ക്യാപിറ്റൽ. സോ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രി ആണ്. സോ ദിസ് ഇസ് ദ ജേർണൽ എൻട്രി ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇനി പ്രീമിയത്തിലാണെങ്കിലോ? പ്രീമിയത്തിലാവുന്ന സമയത്ത് ഏതിൽ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ? ഈ ഒരു ജേർണൽ എൻട്രി ദിസ് ഇസ് സെയിം ലൈക്ക് ദ എബവ്, സെയിം ആണ്. ഓൺലി ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഏതാണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്ടർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലായത് കാരണം തന്നെ വി ഹാവ് ആൻ അഡീഷണൽ ക്രെഡിറ്റ് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിനെയും കൂടി ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ഓൺലി ഈ ഒരു ജേർണൽ എൻട്രിയിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഇതിലൊന്നും വ്യത്യാസം
വരുന്നില്ല. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ആക്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആക്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആക്ട്, ജനറൽ റിസർവ് അക്കൗണ്ട് ആക്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എമൗണ്ട് എഴുതുന്ന സമയത്ത് എന്ത് വരും, നമുക്ക് പ്രീമിയം പ്ലസ് ഫേസ് വാല്യൂ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നമ്മൾ എന്താണ് ഷെയർസും അതേമാതിരി തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. When fully paid bonus shares are issued to existing shareholders, they get additional shares without paying cash. ഇത് നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എങ്കിൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് അവർക്ക് എന്ത് കിട്ടുകയാണ്, അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അഡീഷണൽ ഷെയർസ്, അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്യാതെ തന്നെ അവർക്ക് അഡീഷണൽ ഷെയർസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ. ഇനി നെക്സ്റ്റ് വൺ ആണ്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജേർണൽ എൻട്രീസ് കഴിഞ്ഞു. സോ മോസ്റ്റ് ഓഫ് ദി തിയറി കഴിഞ്ഞിട്ടുണ്ടാവും ബോണസ് ഷെയർസിന്റെ. സോ ബോണസ് ഷെയർസിന്റെ ലാസ്റ്റ് ജേർണൽ എൻട്രി ആണ് പറയുന്നത്. വെൻ ബോണസ് ഇസ് ഗിവൺ ടു കൺവേർട്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ്. സോ ബോണസ് കൊടുക്കുന്നത് എന്താണ്, ഫുള്ളി പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ജേർണൽ എൻട്രി എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ആയിട്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ജനറൽ റിസർവ് അക്കൗണ്ട് ആയിട്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ നമ്മൾ ഇവിടെ എന്ത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, വി ഹാവ് യൂട്ടിലൈസ്ഡ് CRR. ഈ ഒരു സെക്ഷനിൽ നമ്മൾ CRR സെക്യൂരിറ്റി പ്രീമിയം റിസർവ് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, നോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. അത് എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തില്ല? നേരത്തെ നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ വിൽ നോട്ട് യൂട്ടിലൈസ്. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ CRR അക്കൗണ്ടും സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കാരണമാണ് നേരത്തെ ജേർണൽ എൻട്രി ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആവുന്ന സമയത്ത് CRRും സെക്യൂരിറ്റി പ്രീമിയം റിസർവും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ ദിസ് കേസ് വി ആർ നോട്ട് യൂട്ടിലൈസിങ്. അല്ലെങ്കിൽ CRRും സെക്യൂരിറ്റി പ്രീമിയം റിസർവും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. So other reserves that can be utilized is capital reserve account act, debenture redemption reserve account act, general reserve account act, statement of profit and loss account act, to bonus to shareholders account, and shareholders ne എന്താണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കാണിക്കണം. അതിന് മുമ്പായിട്ട് എന്താണ്, പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനൽ കോൾ വിളിക്കുന്നത് കാണിക്കണം. ഫൈനൽ കോൾ വിളിക്കുന്നത് കാണിക്കാനുള്ള ജേർണൽ എൻട്രി നമുക്കറിയാം, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ആക്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ജേർണൽ എൻട്രി ഒക്കെ നമ്മൾ നേരത്തെ പ്രിഫറൻസ് ഷെയർസിന്റെ ടൈമിൽ തന്നെ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ജേർണൽ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ആക്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യും ഇൻ ഓർഡർ ടു മേക്ക് ദ ഫൈനൽ കോൾ. ആൻഡ് എന്താണ് ഫൈനൽ കോള് നമ്മൾ ബോണസ് ഷെയർസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബോണസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഫൈനൽ കോള് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. സോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആക്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. So these are the journal entries. First one എന്ന് പറഞ്ഞാൽ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ഷെയർസിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കാണിച്ചു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബോണസ് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് കണ്ടിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജേർണൽ എൻട്രി പഠിക്കാം. ഇതിന്റെ ഒരു ചെറിയൊരു തിയറിയും കൂടിയിട്ടാണ്. വെൻ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ കൺവേർട്ടഡ് ഇൻടു ഫുള്ളി പെയ്ഡ് വൺസ് ബൈ അപ്ലൈയിങ് ബോണസ്, ദ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് കൺവേർട്ടഡ് ദെയർ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻടു ഫുള്ളി പെയ്ഡ് വിത്തൗട്ട് പേയിങ് ദ ഫൈനൽ കോൾ. ഫൈനൽ കോൾ മണി പേ ചെയ്യാതെ തന്നെ അവർക്ക് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ പ്രോഫിറ്റിന്റെ ഭാഗം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോണസിനെയാണ് നമ്മൾ കൺവേർഷൻ ബോണസ് എന്ന് പറയാം. ഓക്കെ, കൺവേർഷൻ ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫുള്ളി പെയ്ഡ്
പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ്, ഫൈനൽ കോള് പേ ചെയ്യാതെ തന്നെ ഫുള്ളി പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോണസിനെയാണ് കൺവേർഷൻ ബോണസ് എന്ന് പറയുന്നത്. ദ ഇമ്പാക്ട് ഓഫ് ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഓർ കൺവേർഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻടു ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഇസ് ദാറ്റ് ദ റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ് വിച്ച് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിംഗ് ബോണസ് ആർ റെഡ്യൂസ്ഡ് ആൻഡ് ദ ഷെയർ ക്യാപിറ്റൽ ഈസ് ഇൻക്രീസ്ഡ്. സോ എന്താണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് അതല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവ്സ് കുറഞ്ഞിട്ട് അതിന് പകരം ഷെയർ ക്യാപിറ്റൽ കൂടും, അത്രയേ ഉള്ളൂ. സോ ദസ് എന്താണ്, നമുക്ക് റിസർവ്സിനെ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഇസ് എ തിയറി പാർട്ട് ഓഫ് ബോണസ് ഷെയർസ്. ഈസി ആയിട്ടുള്ള സംഭവമാണ്, അത് കാരണമാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ബോണസ് ഷെയർസ് എന്താണെന്ന് പഠിക്കാം, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ജേർണൽ എൻട്രീസ് പഠിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ജേർണൽ എൻട്രീസ് ആണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജേർണൽ എൻട്രീസ് ആണ്. പല രീതികളിലും പലതും സിമിലാരിറ്റിയും അതേമാതിരി തന്നെ കുറച്ച് ഡിഫറൻസുകളും ഉള്ള ജേർണൽ എൻട്രികളാണ്. സോ നിങ്ങളത് പഠിക്കുക. സോ താങ്ക് യു ആൾ.